കാലത്തും ഈ മദ്രസയിൽ പോയി പഠിക്കുന്നതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് എന്താണ് നമുക്കിപ്പോൾ ഉള്ളത്? പല ഫേസ്ബുക്കിലാവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, യൂട്യൂബിലാവട്ടെ എല്ലായിടത്തും വരുന്നൊരു കമന്റാണ് മദ്രസക്ക് എന്താണ് പ്രസക്തി എന്നുള്ളത്. മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നറിയാത്തവരാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ മുഴുവൻ. മദ്രസയിൽ പോയി പഠിച്ച ഒരാളും അതിനെന്താണ്, അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നൊരിക്കലും ചിന്തിക്കാറില്ല. കാരണം ഒരു സാമൂഹികപരമായ കടപ്പാട് ഇത്തരം വിഷയങ്ങളൊന്നും ഇങ്ങനത്തെ മദ്രസ വിദ്യാഭ്യാസത്തിലല്ല, അത് സ്കൂളുകളിൽ ഇല്ലാതെ മനസ്സിലാക്കുന്നു. ഒന്നൊരു വ്യക്തിയായി പറയുകയാണെങ്കിൽ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഉമ്മയാര്, ഉപ്പയാര്, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, കൂടുതലും ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു കൾച്ചർ. ഇസ്ലാമിക് ആയിട്ട് എന്താ കൊടുക്കുന്നത്? മാതാപിതാക്കളോട് കടപ്പാട്, ഗുരുനാഥന്മാരോടുള്ള കടപ്പാട്, അവരെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, അതുപോലെ തന്നെ കുടുംബത്തെ പോറ്റി വളർത്തേണ്ടതിന് ഉത്തരവാദിത്വം, അയൽവാസികളെ എങ്ങനെ സ്നേഹിക്കാം, അതുപോലെ പട്ടിണി കിടക്കുന്നവരെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അവരെ പോറ്റലും അവരെ നോക്കലും. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. കച്ചവടത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലാവട്ടെ ധൂർത്ത് പാടില്ല, ചതി പാടില്ല, വഞ്ചന പാടില്ല, അഹങ്കാരം പാടില്ല, ദേഷ്യം, വെറുപ്പ്, പക, ഇത്തരം ചിന്തകളൊന്നും നമുക്കുള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടായാൽ നമ്മളൊരു നല്ല വ്യക്തിയല്ല. 5 വക്ത് നിസ്കരിക്കണം. അതുപോലെ ചില ആരാധനകൾ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നതിനപ്പുറം നമ്മുടെ മദ്രസയിൽ ഒരു സാമൂഹികമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു നല്ലൊരു മാതൃക, ഒരു ചട്ടക്കൂട് നൽകി കൊടുക്കുകയാണ് സത്യത്തിൽ. അതല്ല മദ്രസയിലുള്ള. ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ഒരു ജനറേഷനില് ഈ മാതാപിതാക്കളാണെങ്കിലും മക്കള് പറയണത് കേട്ട് പോണൊരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മക്കൾക്ക് ഇപ്പൊ പറയണ എനിക്ക് ടൈമില്ല സ്കൂളും മദ്രസയും കൂടി കൊണ്ടുപോകാൻ. അപ്പൊ മാതാപിതാക്കൾ പറയണ നമുക്ക് എന്നാ മദ്രസ നിർത്താം, മദ്രസയിൽ പോകണ്ട, നമുക്കൊരു ഉസ്താദിനെ വീട്ടിൽ വരുത്തിയിട്ട് ഖുർആൻ മാത്രം പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ഇതൊന്നും പഠിക്കേണ്ട, സ്കൂളിൽ മാത്രം പോയാൽ മതി. ഇതിപ്പോ ചിന്താഗതി പലരുടെയും ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു അനുഭവം തന്നെ പറയാം. കുറച്ചു കാലം മുമ്പേ ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ എനിക്കൊരു ഉള്ളേരിയയിൽ നിന്നൊരു കോള് വന്നു. ആ കോള് വന്നതിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെ എന്താ വെച്ചാൽ, ആ ഒരു വ്യക്തിക്ക് ഒരു പെണ്ണുമായി പ്രത്യേക ഇഷ്ടം കൂടിയിരുന്നു. അപ്പൊ ഉമ്മയും ബാപ്പയും അവനെ പരമാവധി നിരുത്സാഹപ്പെടുത്തി ഈ കല്യാണം നീ ഒരു നിലക്കും നടത്താതിരിക്കുക നല്ലതെന്ന് പറഞ്ഞു. ഈ പറയുന്ന കുട്ടിയുടെ ഉപ്പയാവട്ടെ ഒരു കുടിയനും ലഹരി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഉമ്മയും അത്തരം ഒരു കാറ്റഗറിയുള്ള ആളാണ്. ഇവനിക്കാണെങ്കിൽ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് വല്ലാത്ത ഇഷ്ടം തോന്നി. ഇവളെ വിവാഹം കഴിക്കണം വല്ലാത്ത ആഗ്രഹം. അങ്ങനെ അവന്റെ ആ ആഗ്രഹം കൊണ്ട് ഉമ്മയും ഉപ്പയും ആ കല്യാണം കഴിപ്പിച്ചു. ഈ അടുത്താണ് എനിക്ക് കോള് വന്നിട്ട് എന്ത് ചെയ്യണം, വിളിച്ച് കരയാണ്. 3 മക്കളുണ്ട് ഉസ്താദ്, എന്റെ ഭാര്യ വീട് വിട്ടിറങ്ങി. ഭാര്യ ഇപ്പൊ ജീവിക്കുന്ന ജീവിതം പറഞ്ഞാൽ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ്, ലൈംഗിക തൊഴിലാളി ആയിട്ടാണ് എന്റെ ഭാര്യ ഇപ്പൊ ജീവിക്കണം എന്നുള്ളത്. ഞാൻ ചോദിച്ചു, അപ്പൊ ഭാര്യ എങ്ങനെയാണ് മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോ ഇല്ല. അദ്ദേഹം തന്നെ പറയാണ്, അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നമ്മുടെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ അടഞ്ഞു വെക്കരുത്. പക്ഷെ അങ്ങനെ ഒരു വിദ്യാഭ്യാസമേ അവൾക്ക് കിട്ടിയിട്ടില്ല. ഭർത്താവ് ആരാന്നുള്ളതും ഭർത്താവിനോടുള്ള കടപ്പാട് ഭർത്താവ് തിരിച്ചു ചെയ്യേണ്ടതുണ്ട്. മക്കളോടുള്ള കടമയും കടപ്പാടും സ്നേഹം, ലാളന, ഇത്തരം കാര്യങ്ങളുടെ മൂല്യം എന്താണ്, അതിന്റെ വില എന്താണ് ഒന്നും മനസ്സിലാക്കാത്തൊരു പെൺകുട്ടിയാണ്. വെറും എന്തായി ഭൗതികപരമായ കാര്യങ്ങൾ മാത്രം നേടിയെടുത്തൊരു പെൺകുട്ടി. എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു നല്ല സൈക്കോളജിസ്റ്റിന് കിട്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയ വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, അന്ന് എൻ്റെ ഉമ്മയപ്പയും പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ. അപ്പൊ ചിലത് ഒരു ചട്ടക്കൂട് വേണം. അവിടെ വിലയും മൂല്യവും ഓരോന്നിൻ്റെ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തു, 100 രൂപ കൊടുത്തു, ചെറിയ കുട്ടികളെ രണ്ടും കീറിക്കളയും. അതേ സമയത്ത് ആ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഷോപ്പ് കൊണ്ടുപോയിട്ട് 10 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു, 100 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അതായത് അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലായി. ഒരു പേപ്പർ അല്ല, അതിനൊരു മൂല്യമുണ്ടെന്ന് മനസ്സിലായാൽ അവൻ ആ ക്യാഷിനെ സമീപിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. പരമാവധി സംരക്ഷിക്കും, കാത്തു സൂക്ഷിക്കും, അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇവിടെ പലരും മനസ്സിലാക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല എന്നുള്ള. പക്ഷെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു തലമുറയുടെ അവസ്ഥകൾ പലരും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഉമ്മയെ കൊന്ന സംഭവം അല്ലെ, ഇപ്പൊ എല്ലാവരും കൊന്നത്, താമരശ്ശേരിയിലുണ്ടായ കൊലപാതകങ്ങൾ, അവിടെയൊക്കെ ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ലഹരി ഒരു നിലക്കും ഉപയോഗിക്കരുത് പറയണല്ലേ.
പലിശ ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നു. പലിശ കാരണത്താൽ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുപോലെ ചതിക്കൽ ഒരിക്കലും പാടില്ല എന്ന് പറയുന്നു. ഇന്ന് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൽ മായം കലരാത്തതായിട്ടുണ്ടോ? ഇതൊക്കെ ഒരു മൂല്യങ്ങളാണ്. ഞാനും എൻ്റെ കുടുംബം എന്നുള്ളതിനപ്പുറം എന്നിൽ വിശ്വാസം അർപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആ സമൂഹത്തിലേക്ക് ഞാൻ നല്ലതേ ചെയ്യാൻ പാടുള്ളൂ. അവരും നമ്മളും ഒക്കെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വാസത്തിൽ അടിയുറച്ചൊരാൾക്ക് ഒരാളെ ചതിക്കാനോ വഞ്ചിക്കാനോ തോന്നുമ്പോൾ ഉള്ളിലൊരു പേടിയെങ്കിലും ഉണ്ടാവും. ഇതൊന്നുമില്ല. പലരുമാണ് ഇവിടെ എന്താണ് തനിക്ക് തോന്നിയത്, താൻ തോന്നി വാദം, തനിക്ക് തോന്നിയത് മാത്രം വാദിക്കുക, മറ്റുള്ളതൊക്കെ മുഴുവന് തെറ്റാന്ന് പറയാം. അതിന്റെ മറുവശങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരു ചർച്ചയാണത്. നേരത്തെ പറഞ്ഞ ഉള്ളേരിയിൽ താമസിച്ച ആ പെൺകുട്ടിയുടെ ആ കാര്യം, ഒരു വേശ്യയായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ വേറൊന്നും ഉണ്ടായിരുന്നു. ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടു, 3 പെൺമക്കൾ കരയാണ് ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ പേരിൽ. മുസ്ലിംസിന്റെ കാര്യം തന്നെ പറയണത്. പല വിഷയങ്ങളിലും നമ്മൾ മതവിദ്യാഭ്യാസം കിട്ടിയവർ ഇങ്ങനെ ചെയ്യുന്നില്ല ചോദിക്കുന്നുണ്ടാവും. കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് ഉള്ളിൽ തട്ടിയിട്ടില്ല. അതായത് അതിന്റെ ആവശ്യകതയും അത് എന്താണെന്നും അത് എത്രത്തോളം മൂല്യമുള്ളതാണ് എന്നുള്ളതൊന്നും മനസ്സിൽ അങ്ങ് പതിഞ്ഞോണമെന്നില്ല പലരുടെയും മനസ്സിലേക്ക്. അത് ചിലപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ വിഷയമാകാം, ചിലപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ അതിനോട് താല്പര്യമില്ലാതെ ഇരുന്നതാവാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഒരു മദ്രസ വിദ്യാഭ്യാസം അത് കിട്ടിയ ഒരു നല്ല വ്യക്തിക്ക് അദ്ദേഹം ചെയ്യുന്ന വിപ്ലവങ്ങൾ വളരെ വലുതായിരിക്കും. സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചു. സ്കൂളുകളിൽ എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ക്യാഷ് എങ്ങനെ ചെലവഴിക്കാം, മാർക്കറ്റിംഗ് എന്താണ്, ബിസിനസ് എന്താണ്, ഇങ്ങനത്തെ ഓരോ മേഖലകളെ കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേസമയത്ത് കുടുംബത്തിന്റെ പ്രസക്തി, ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊന്നും ഒരാളും സംസാരിക്കുന്നില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മദ്രസ വിദ്യാഭ്യാസം എക്കാലത്തും പ്രസക്തിയായി മാറുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഈ മേഖലയെ കുറിച്ച് വേണം. സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് പരസ്യ മേഖലയിലാവട്ടെ, മറ്റുള്ള ഒരുപാട് മേഖലകൾ സ്ത്രീയെ നന്നായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ പുരുഷന്മാരെയും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ചെറിയ പിഞ്ചു പൈതലുകളെ പല വിഷയങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ആ മേഖലയിൽ വേണം. അതില്ല എങ്കിൽ ഇനി വരുന്ന തലമുറ അതിലേറെ മോശപ്പെട്ട കാലാവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം അവർക്ക് കിട്ടുന്ന മുഴുവൻ ഇൻഫർമേഷൻ ഈ ടെക്നോളജിയിൽ നിന്നായിരിക്കും, സോഷ്യൽ മീഡിയ മറ്റുള്ളതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അവരുടെ ബേസ്. അതല്ല വേണ്ടത്. ബേസ് എവിടെ നിന്ന് കിട്ടണം? നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ജീവിതം എന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ്, എന്തൊക്കെ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും നേരെ വടിയെടുക്കുക, കല്ലെടുക്കുക, വാളെടുക്കുക, കൊല്ല, ഇതാണ് നടക്കുന്നത്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ എത്ര സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര പുരുഷന്മാർ വിഷം കുടിച്ചും അല്ലാതെയും മറ്റുള്ള രൂപത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താ? എങ്ങനെ പ്രതിസന്ധി വന്നാൽ തരണം ചെയ്യണം, ഇത് നമ്മൾ സ്കൂളുകളിൽ കിട്ടുന്ന കുറവാണ്. മദ്രസയിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഉള്ളിൽ തട്ടുന്നില്ല പലരുടെയും. അത് ഉള്ളിൽ പതിഞ്ഞൊരു വിഷയമാണെങ്കിൽ അങ്ങനത്തെ ഒരാൾക്കും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അതിനും തെളിവുണ്ട്. ഒരേ അടുത്ത് വളരെയധികം ദാരിദ്ര്യത്തിൽ കുടുങ്ങിയ ഒരു പെണ്ണ്, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് 2 മക്കളുണ്ട്. 2 വൈകല്യത്തില്, 2 മക്കൾക്കും വൈകല്യമാണ്. എഴുന്നേറ്റ് നടക്കാൻ ഒന്നിനും കഴിയില്ല, കിടപ്പിലാണ്. ആ സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചാതെ തോന്നുന്നു, ഞാന് പടച്ച റബ്ബിൽ വിശ്വാസമില്ല എങ്കിൽ എന്നോ ആത്മഹത്യ ചെയ്തിരുന്നു എന്ന്. അപ്പൊ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി വന്നത് ഇവിടെ ഏതാണ്? നമ്മുടെ മതപരമായ വിദ്യാഭ്യാസമാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ കിട്ടുമ്പോൾ അതിന്റെ വിപ്ലവം വേറെ തന്നെയാണ്. മാതാപിതാക്കൾ മക്കളെ നിർബന്ധിച്ച് വിടണം. ഇപ്പോൾ മക്കൾക്ക് പല പ്രശ്നങ്ങളും ആയിരിക്കും, അവർക്ക് പോകണ്ട മടിയായിരിക്കും. അതൊക്കെ ഉണ്ടെന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ മക്കളെ മദ്രസയിലേക്ക് വിടുക, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസ് അവരെ പഠിപ്പിക്കുക. അന്ന് അങ്ങനെയല്ലേ? അത് വേണം. മദ്രസ വിദ്യാഭ്യാസം നൽകണമെന്ന് തന്നെയാണ് പറയുക. മക്കള് പല ഒഴിവുകയും പറയും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ മക്കൾ മനസ്സിലാക്കുമല്ലോ, എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്ക് ചെയ്തു തന്ന വളരെ വലിയ കാര്യമാണ് എന്നുള്ളത്. നമ്മൾ സ്കൂളുകളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചപ്പോഴും അന്ന് നമ്മളെ മാതാപിതാക്കൾ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇന്ന് നമുക്ക് തോന്നുന്നില്ല, അതിലൊരു അഭിമാനം തോന്നുന്നില്ലേ, എൻ്റെ ഉമ്മയും ഉപ്പയും എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്നുള്ളത്. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഇക്കാലത്തും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറ നമ്മെ പരിപാലിക്കണം. നമ്മൾ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്.
ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ ആദ്യകാലത്ത് മക്കൾ എന്ത് ചെയ്യാണ് ഉമ്മാനെയും ബാപ്പാനെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ് ആ ഉമ്മയും ബാപ്പയും ഈ മക്കളെ തന്നെ ആശ്രയിക്കാനുള്ളത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് അവരിൽ നിന്ന് കിട്ടാനുള്ളത്. അപ്പൊ നമ്മൾ നല്ലത് കൊടുത്താൽ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടും. ഇല്ല എങ്കിൽ പിന്നീട് അതിന്റെ പേരിൽ ഖേദിച്ചുകൊണ്ടേയിരിക്കണം. അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ചെയ്തതേ കിട്ടുള്ളൂ, അല്ലാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നല്ല വിഷയമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.